നയൻറ്റീസ് കിഡ്സിൻ്റെ സ്കൂൾ ലൈഫ്, അവരുടെ നൊസ്റ്റാൾജിയും അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പിനെയും ഇവർക്കിടയിൽ നടക്കുന്ന രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ കണക്ട് ചെയ്ത് നയൻറ്റീസ് കിഡ്സിന് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഴ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആനന്ദ് മേനോൻ, റൈറ്റ് ചെയ്തിരിക്കുന്നത് ജയ ഹേയുടെയും ഗുരുവായൂരമ്പല നടൻ്റെയും റൈറ്ററായ വിപിൻ ദാസാണ്. ഒരു സൂപ്പർ മൂവി. അഭിനയിച്ചിരിക്കുന്നത് സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അതുപോലെ കോട്ടയം നസീർ അസീസിക്ക, അതുപോലെ ഒരുപാട് കാസ്റ്റിങ്ങുള്ളൊരു സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. നയൻറ്റീസ് കിഡ്സിനൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. പ്ലോട്ടെന്ന് പറയുന്നത് ഒരു 4-5 കൂട്ടുകാരുടെ അവിടെ സ്കൂൾ ലൈഫ് മുതൽ ഒരു 26 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനെ കണക്ട് ചെയ്താണ് ഈ സിനിമ പോകുന്നത്. അവരിപ്പോൾ എന്തായി നിൽക്കുന്നു ആ സിറ്റുവേഷനൊക്കെ കണക്ട് ചെയ്താണ് ഈ സിനിമ പോയിരിക്കുന്നത്. ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ സ്കൂൾ ലൈഫിൽ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരു കോമഡി മൂഡിൽ പോകുമ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു വൈകാരികമായിട്ടുള്ള രീതിയിലോട്ടാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ചെറുപ്പക്കാരിൽ നിന്ന് ഇവരുടെ അച്ഛന്മാരിലേക്ക് ഈ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അവരുടെ ഒരു പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ നമുക്ക് കാണാം. എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ അകത്ത് സിജു സണ്ണി, അതുപോലെ മീനാക്ഷി എന്ന് പറയുന്ന ഒരു ആക്ട്രസ്, ഇവരുടെ രണ്ടുപേരുടെ ഒരു കോംബോ വരുന്നുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ആ ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ പാട്ടുകളൊക്കെ ആണെങ്കിലും നല്ല പാട്ടുകളും ആദ്യം മുതൽ അവസാനം വരെ പക്ക എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോകുന്നൊരു സിനിമയായിരുന്നു. അതുപോലെ ഹാഷിർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെ പ്രസൻസ് ഈ സിനിമയിൽ ഭയങ്കരമായിരുന്നു. അതുപോലെ കുറച്ച് ഏരിയയിൽ പുള്ളി വന്നു പോകുമ്പോഴെല്ലാം കയ്യടി കിട്ടുന്ന ഒരുപാട് മൊമെൻറ്റ്സൊക്കെയുള്ള ഒരിതായിരുന്നു. അതുപോലെ ക്യാമിയോ റോൾസ് 2-3 ക്യാമിയോ റോൾസ് ഈ സിനിമയിലുണ്ട്. കണ്ടിരിക്കുന്ന നല്ല സിനിമയാണ്. നയൻറ്റീസ് കിഡ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നയൻറ്റീസ് കിഡ്സ് പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാനുൾപ്പെടെയുള്ള പലരും പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സെക്കൻഡ് ഹാഫിൽ ഇത് പറയുന്നുണ്ട്. ഇവരുടെ അച്ഛന്മാരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉറപ്പായിട്ടും കണ്ടിരിക്കാൻ ഒരു നല്ല സിനിമയാണ്. കണ്ടു നോക്കുക, കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക.